ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് പലരും കമൻ്റായിട്ട് നമ്മളോട് ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഭരണഘടനയിലെ ആർട്ടിക്കിളുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അതായത് വേറൊന്നും നോക്കുന്നില്ല, ഈ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെയാണോ PSC ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ആർട്ടിക്കിളുകൾ എടുത്തിട്ട് അത് മാത്രമാണ് നമ്മൾ നോക്കുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? 324 ആണ്. ഓപ്ഷൻ ബി ആണ് ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 324 ആണ്. ഇനി പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഏതാ? 326 ആണ്. ഓപ്ഷൻ സി ആണ്, 326 ആണ്. ഓർത്തു നോക്കുക, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം 324. പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ചോദിച്ചാൽ അത് 326 ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാ? 323 A ആണ്. ഓപ്ഷൻ സി ആണ്, 323 A ആണ്. എന്തിനെ കുറിച്ച് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 323 A എന്ന് പറയുന്നത്. ഇനി ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 312 ആണ്. ആർട്ടിക്കിൾ 312 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ഇത്, ആർട്ടിക്കിൾ 312. ഇനി അഞ്ചാമത്തെ ചോദ്യം: ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ആർട്ടിക്കിൾ 280 ആണ്. ആർട്ടിക്കിൾ 280 എന്തിനെ കുറിച്ച് പറയുന്നത്? ധനകാര്യ കമ്മീഷനെ കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്. ആറാമത്തെ ചോദ്യം: ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? 226 ആട്ടോ. 226. ഓപ്ഷൻ സി 226 ആണ്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 226 ആണ്. ഇനി നികുതികളെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? നികുതികളെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? 265 ആണ്. ഓപ്ഷൻ എ ആണ്, 265. ആർട്ടിക്കിൾ 265 ഇതിനെ കുറിച്ച് പറയുന്നത്, നികുതികളെ കുറിച്ച് പറയുന്നത്. ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതാ? സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നു. ഇത് ആർട്ടിക്കിൾ 324. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ്, 243 ആണ്. 243 ആണ് ഇത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇനി ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 226 ആണ്. ഓപ്ഷൻ എ ആണ്, 226 ആർട്ടിക്കിൾ 226 എന്താ പറയുന്നത്? ഹൈക്കോടതിയുടെ റിട്ടിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇത്, ആർട്ടിക്കിൾ 226. ഇനി ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഗ്രാമസഭയെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഏതാ? 243 A ആണ്. 243 A ആണ്. എന്തിനെ കുറിച്ച് പറയുന്നത്? 243 A എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ഇത്, 243 A എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? കാരണം ഇത് കോഡൊന്നും ഇട്ട് പഠിച്ചിട്ട് കാര്യമില്ല, ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? പഠിച്ച് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് 324.
4. ഇനി പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 326. പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നത് 326. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം 323. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ഇത് 323A എന്ന് പറയുന്നത്. ഇനി ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 312. അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ 312 ആണ്. ഇനി ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് ഇത് 280. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് ഇത് 280. ഇനി ആർട്ടിക്കിൾ 226 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 226. ഇനി നികുതികളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 265 എന്തിനെ കുറിച്ചാ? നികുതികളെ കുറിച്ചാണ് ഇത് 265 പറയുന്നത്. ഇനി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 243K ആണ്. 243K ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇനി ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 226 ആണ്. ഇനി 243A ആർട്ടിക്കിൾ 243A എന്താ പറയുന്നത്? ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ഇത് 243A എന്ന് പറയുന്നത്. ഇനി ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ്? ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 213 ആട്ടോ. 213 ആർട്ടിക്കിൾ 213 എന്താ? ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് ഇത് 213. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ഹൈക്കോടതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഹൈക്കോടതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ഏതാ? 214 ആട്ടോ. 214 ഓപ്ഷൻ ഡി ആണ് 214. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഹൈക്കോടതികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ഇത് 214. 213 എന്തായിരുന്നു? 213 നമ്മൾ പറഞ്ഞു ഗവർണറുടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളായിരുന്നു ഇത് 213 എങ്കിൽ 214 നമ്മൾ പറയുന്നത് ഹൈക്കോടതികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് ഇത് 214. ഇനി ഭരണഘടനയിൽ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ്? ഭരണഘടനയിൽ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാ? ഓപ്ഷൻ സി ആണ് 165 ആട്ടോ. 165 ഭരണഘടനയിൽ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 165. ഇനി പൊതുമാപ്പ് നൽകാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് പൊതുമാപ്പ് നൽകാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ഓപ്ഷൻ ബി ആണ് 161 ആർട്ടിക്കിൾ 161 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പൊതുമാപ്പ് നൽകാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് ഇത് 161. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാ? ഓപ്ഷൻ സി ആണ് 153 ആർട്ടിക്കിൾ 153 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഗവർണറെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 153. ഇനി ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് നിയമ ഉപദേശം നേടാം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് നിയമ ഉപദേശം തേടാം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ഓപ്ഷൻ ബി ആണ് 143 ആർട്ടിക്കിൾ 143 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഇന്ത്യയുടെ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയോട് നിയമ ഉപദേശം തേടാം എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 143. ഇനി സുപ്രീം കോടതിയെക്കുറിച്ച് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? സുപ്രീം കോടതിയെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഏതാ? 124 ആണ്. 124 ആർട്ടിക്കിൾ 124
ആർട്ടിക്കിൾ 124 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സുപ്രീം കോടതിയെ കുറിച്ച് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് ഏത്? ആർട്ടിക്കിൾ 124. ഇനി രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് അധികാരത്തെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ്? രാഷ്ട്രപതിയുടെ ഓർഡിനൻസിന്റെ അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 1, 2, 3 ഓടിക്കോ എന്ന് ഓർത്തു വെക്കുക. 1, 2, 3 ഓടിക്കോ അല്ലെ, അങ്ങനെ ഓർത്തു വെച്ചാൽ എന്ത് ചെയ്യും? രാഷ്ട്രപതിയുടെ ഓർഡിനൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ ഓപ്ഷൻ സി ആണ്, 123 ആണ്. അപ്പൊ രാഷ്ട്രപതിയുടെ ഓർഡിനൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 123 ഓർത്തു വെക്കുക. 1, 2, 3 ഓടിക്കോ എന്ന് ഓർത്തു വെക്കുക. ഇനി CAG കുറിച്ച്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? CAG കുറിച്ച് അല്ലെങ്കിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചാൽ ഏതാ? 148 ആണ്. ഓപ്ഷൻ ബി ആണ്, 148. ആർട്ടിക്കിൾ 148 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? CAG കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? 148. ഇനി കണ്ടിജൻസി ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? കണ്ടിജൻസി ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്, 267 ആട്ടോ. 267 ആണ് കണ്ടിജൻസി ഫണ്ട്. കണ്ടിജൻസി ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് ഏത്? ആർട്ടിക്കിൾ 267. ഇനി അവസാനം പറഞ്ഞ 10 ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കിയാലോ നമുക്ക്. ഒന്നാമത്തത് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരം. ഗവർണർ ആണെങ്കിൽ 213 ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള. ഇതിലും 123 ഉണ്ട്, കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. എന്നാൽ ഞാൻ പറയാണ് 123 ഉണ്ട്, പക്ഷെ 2 ആണ് ഇതിൽ ആദ്യം വരുന്നത്. അപ്പം ഗവർണറുടെ ഓർഡിനൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത്, 213. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ഹൈക്കോടതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 214. 214 എന്തിനെ കുറിച്ചാണ്? ഭരണഘടനയിലെ ഹൈക്കോടതിയുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നതാണ് 214. 165 എന്താ? അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 165. ഇനി പൊതുമാപ്പ് നൽകാനുള്ള ഗവർണറുടെ അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 161. പൊതുമാപ്പ് നൽകാനുള്ള ഗവർണറുടെ അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 161. ഇനി 153 എന്താ? 153 പറയുന്നത് ഗവർണറെ കുറിച്ച്, ഒരു സ്റ്റേറ്റിൽ ഒരു ഗവർണർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 153. ഗവർണറെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏത് ചോദിച്ചാൽ ഏതാ? 153 ആണ്. ഇനി ആർട്ടിക്കിൾ 143 എന്താ? രാഷ്ട്രപതിക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയോട് നിയമ ഉപദേശം തേടാം എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? 143. ഇനി സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 124. ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 124 ആണ്. ഇനി രാഷ്ട്രപതിയുടെ ഓർഡിനൻസിന്റെ അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 123. രാഷ്ട്രപതിയുടെ ഓർഡിനൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 123. ഇനി CAG കുറിച്ച്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇത്? 148. CAG കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 148. ഇനി കണ്ടിജൻസി ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം 267. കണ്ടിജൻസി ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് ഇത്? 267. ഇനി മുനിസിപ്പാലിറ്റികളെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? മുനിസിപ്പാലിറ്റികളെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഏതാ? 243 ക്യൂ ആണ് കേട്ടോ. 243 ക്യൂ ആണ്. 243 ക്യൂ ആണ്. മുനിസിപ്പാലിറ്റിയിൽ ഫുള്ള് ക്യൂ ആണ്. 243 ക്യൂ ആണ്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഹൈക്കോടതികളെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഹൈക്കോടതികളെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം 241 ആണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഹൈക്കോടതികളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 241 ആണ്. ഇനി ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? 239 എയിൽ എ ആണ്. ഓപ്ഷൻ ബി ആണ്. 239 എയിൽ എ ആണ്. 239 എയിൽ എ ആണ് ഇത് നമ്മുടെ ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റുകളെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? സ്റ്റേറ്റുകളെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്?
ഏതാ 152 കേട്ടോ. സ്റ്റേറ്റുകളെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ 152. അപ്പോൾ ഓർത്ത് നോക്കുക, സംസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 152. വേറൊരു കാര്യം കൂടി ഉണ്ട്, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണമാണെങ്കിൽ അത് ആർട്ടിക്കിൾ 3 ആർട്ടിക്കിൾ 3 പറയുന്നത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണമാണ്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ ആർട്ടിക്കിൾ 3. ഇവിടെ പറയുന്നത് എന്താ, ഒരു സംസ്ഥാനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് 152. ഇനി ഗവർണറുടെ ക്വാളിഫിക്കേഷൻ, ഗവർണറുടെ യോഗ്യതയെ സംബന്ധിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? യോഗ്യതയെ സംബന്ധിച്ച്, അതായത് ഗവർണറുടെ യോഗ്യതയെ സംബന്ധിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ 157. ഓപ്ഷൻ സി ആണ് 157. ആർട്ടിക്കിൾ 157 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഗവർണറുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഗവർണറുടെ യോഗ്യതയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 157. ഇനി 26ാമത്തെ ചോദ്യം, ഗവർണർക്ക് പൊതുമാപ്പ് കൊടുക്കാൻ അധികാരമുണ്ട് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ഗവർണർക്ക് പൊതുമാപ്പ് കൊടുക്കാൻ അധികാരമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 161. ഓപ്ഷൻ സി ആണ് 161. ആർട്ടിക്കിൾ 161 എന്താ പറയുന്നത്? ഗവർണർക്ക് പൊതുമാപ്പ് കൊടുക്കാൻ അധികാരമുണ്ട് എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? 161. ഇനി സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു നിയമസഭയിലുള്ള സ്പീക്കർ, അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ, ഇവരെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ഏതാ? 178. ഓപ്ഷൻ എ ആണ് 178. എന്താ പറയുന്നത്? സ്റ്റേറ്റിലെ നിയമസഭയിലെ, സംസ്ഥാന നിയമസഭയിലെ സ്പീക്കറിനെ കുറിച്ചും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറിനെ കുറിച്ചൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 178. ഇനി ബജറ്റ്. അടുത്ത ചോദ്യം, ബജറ്റിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ബജറ്റിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഏതാ ബജറ്റിനെ കുറിച്ച് പറയുന്നത്? 112 കേട്ടോ. 112 ആർട്ടിക്കിൾ 112 എന്താന്ന് വെച്ചാൽ എന്താ? ബജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 112. ബജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 112 ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മണി ബില്ലിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മണി ബില്ലിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ്? മണി ബില്ലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? 110. 110 ഏതാ? 110. ആർട്ടിക്കിൾ 110 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മണി ബില്ലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? 110. 112 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 112 എന്തുമായി ബന്ധപ്പെട്ടതാണ്? എന്തുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 112 എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി അല്ലെ, ബജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 112. 110 മണി ബില്ല്, 112 ബജറ്റിനെ കുറിച്ച് പറയുന്നു. ഇനി ലാസ്റ്റ് പറഞ്ഞ 20 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലോ നമുക്ക്. ലാസ്റ്റ് പറഞ്ഞ 10 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി കണ്ടിജൻസി ഫണ്ട് നമ്മൾ പറഞ്ഞു. 21ാമത്തെ ചോദ്യം, മുനിസിപ്പാലിറ്റികളെ കുറിച്ച് പറയുന്ന ഭരണഘടന അനുച്ഛേദം. നമ്മൾ പറഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ എന്താ ക്യൂ കൂടുതലാണ്, അപ്പം 243 ക്യൂ ആണ് എന്ത്? മുനിസിപ്പാലിറ്റികളെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഹൈക്കോടതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 241. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഹൈക്കോടതികളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 241. ഇനി ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം 239 എ ആണ്. ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണിത് 239 എ ആണ്. ഇനി സംസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 152. സ്റ്റേറ്റുകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 152. എന്നാൽ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണമാണെങ്കിൽ അത് ആർട്ടിക്കിൾ 3 ആണ്. ഇനി ഗവർണറുടെ ക്വാളിഫിക്കേഷൻ, ഗവർണറുടെ യോഗ്യതയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 157. ഗവർണറുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ യോഗ്യതയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 157. ഇനി ഗവർണർക്ക് പൊതുമാപ്പ് കൊടുക്കാൻ അധികാരമുണ്ട് എന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദം 161. ഗവർണർക്ക് പൊതുമാപ്പ് നൽകാൻ കഴിയും എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 161. ഇനി സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെ കുറിച്ച് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ഇത് 178. ആർട്ടിക്കിൾ 178 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, എവിടുത്തെ? സംസ്ഥാന
നിയമനിർമ്മാണ സഭയിലെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറിനെ കുറിച്ചും പറയുന്ന ആർട്ടിക്കിൾ 178. ഇനി ബജറ്റിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് 112. ബജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 112. അങ്ങനെയാണെങ്കിൽ 110 ആർട്ടിക്കിൾ 110 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മണി ബില്ലിനെ കുറിച്ച് പറയുന്നു അല്ലെ? മണി ബില്ലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? 110. അങ്ങനെയാണെങ്കിൽ 112 എന്തിനെ കുറിച്ചാ? 112 നമ്മൾ പറഞ്ഞു ബജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? 112. ഇനി ഭരണഘടനയിലെ വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടനയിലെ വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 116 ആണല്ലേ? ഓപ്ഷൻ സി ആണ് 116. ഭരണഘടനയിലെ വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? 116. ഇനി പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ? നമ്മുടെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്, നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ ഉണ്ട് അല്ലേ? അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് 315. ഓർത്ത് നോക്കുക, നമ്മുടെ എക്സാം ഒക്കെ ആദ്യം കഴിഞ്ഞുകൊണ്ടിരുന്ന ടൈമായിരുന്നു ഇത് 3:15 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഓർത്ത് നോക്കുക 3:15 അല്ലെങ്കിൽ 315 ആണ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിള്. ഇനി സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുള്ള പട്ടികജാതി പട്ടികവർഗ സംവരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുള്ള പട്ടികജാതി പട്ടികവർഗ സംവരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ എ ആണ്, ഓപ്ഷൻ എ ആണ് 332 ആണ്. 332 എന്താ പറയുന്നത്? സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുള്ള പട്ടികജാതി പട്ടികവർഗ സംവരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇത് 332. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ അരുണാചൽ പ്രദേശിന് പ്രത്യേക പദവി നൽകുന്ന അനുച്ഛേദം ഏതാണ്? ഇത് PSC ചോദിച്ചുകൊണ്ട് ഉൾപ്പെടുത്തിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അരുണാചൽ പ്രദേശിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ഏതാ? 371H ആണ്. 371 H ആണ്. ഓപ്ഷൻ ഡി ആണ് 371H ആണ്. ഇതിനെ കുറിച്ച് പറയുന്നത് അരുണാചൽ പ്രദേശിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ഇനി ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാ? ഭാഗം 3 ആണല്ലേ? ഓപ്ഷൻ എ ആണ് ഭാഗം 3. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഇത് ഭാഗം 3. ഇനി മിസോറാമിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? മിസോറാമിന് പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാ? 371G ആണ്. ഓപ്ഷൻ സി ആണ് 371 G ആണ് എന്തെന്ന് പറയുന്നത് മിസോറാമിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം. ഇനി ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാ? ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ 32 അല്ലെ? ആർട്ടിക്കിൾ 32 റിട്ടുകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 32 ആണ്. അതുപോലെ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നറിയപ്പെടുന്ന അനുച്ഛേദം കൂടിയാണ് ഇത് ആർട്ടിക്കിൾ 32. ഇനി മൗലികാവകാശങ്ങളിൽ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏത് മുതൽ ഏത് വരെയാണ്? മൗലിക അവകാശങ്ങളിൽ നമുക്കറിയാം 3-ാം ഭാഗത്താണ് ഏതുള്ളത്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് അല്ലേ? അതിൽ ഏത് അനുച്ഛേദം മുതൽ ഏത് അനുച്ഛേദം വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്? സമത്വത്തിനെ കുറിച്ചുള്ള അവകാശം ഏതാ? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് എന്ത് പറയുന്നത്? സമത്വത്തിനെ കുറിച്ച് പറയുന്ന അവകാശം അല്ലെ? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് എന്ത്? സമത്വത്തെ കുറിച്ച് പറയുന്ന സമത്വ അവകാശത്തിനെ കുറിച്ച് പറയുന്നത്. ഇനി 39ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ഇന്ത്യൻ ഭരണഘടനയിൽ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാ? 108. ഓപ്ഷൻ സി ആണ് 108 ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 108 ആണ്. ഈ 40ാമത്തെ ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റിന് വീറ്റോ അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ വീറ്റോ അധികാരത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? 111 അല്ലേ? ഓപ്ഷൻ എ ആണ് 111. എന്താ പറയുന്നത്? പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 111. വീറ്റോ അധികാരം ഏതാ? 111. ഇന്ത്യൻ ഭരണഘടനയിൽ അറ്റോർണി ജനറലിനെ കുറിച്ച് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ അറ്റോർണി ജനറലിനെ കുറിച്ച് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം
ഏതാ 76 ആണ്. ഓപ്ഷൻ എ ആണ് 76. ആർട്ടിക്കിൾ 76 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇത്, ആർട്ടിക്കിൾ 76 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 108 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആർട്ടിക്കിൾ 108 എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സംയുക്ത സമ്മേളനമാണ് അല്ലെ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 108. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് അനുച്ഛേദത്തിലാണ് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് അനുച്ഛേദത്തിലാണ് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പറയുന്നത്? ഏതാ? 102 കേട്ടോ. ആർട്ടിക്കിൾ 102 എന്താ പറയുന്നത്? നമ്മുടെ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 102 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 102 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആർട്ടിക്കിൾ 102 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത്, 102. ഇനി കുറ്റവാളിക്ക് പൊതുമാപ്പ് നൽകാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്, ഓപ്ഷൻ സി ആണ്, 72 ആണ് അല്ലെ, 72 ആണ്. റിപ്പീറ്റേഷൻ ഉണ്ടാവും, കാരണം PSC റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ തന്നെ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താവും, 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ഉണ്ടാവേ, പഠിക്കാമല്ലോ നമുക്ക്. കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? 72 ആണ്. ഇനി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഏതാ? 54 ആണ്. ഓപ്ഷൻ സി 54 ആണ്. രാഷ്ട്രപതി ഇലക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 54. ഇനി ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 52 ആണ്. ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം, ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്നൊക്കെ അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചാൽ ഏതാ? 52 ആണ്. 52 ആണ്. ഇനി ഇന്ത്യക്കൊരു ഉപരാഷ്ട്രപതി വേണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി വേണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ഓപ്ഷൻ എ ആണ്, 63 ആണ്. 63 ആർട്ടിക്കിൾ 63 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി വേണം എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 63. ഇനി ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും തമ്മിൽ വേർതിരിക്കണം എന്ന് പരാമർശിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും വേർതിരിക്കുന്നു എന്ന് പരാമർശിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്, 50 ആണ്. 50 ആർട്ടിക്കിൾ 50 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും തമ്മിൽ വേർതിരിക്കുന്നു എന്ന് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ഇത്, ആർട്ടിക്കിൾ 50. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഗോവധ നിരോധനമാണ്. ഗോവധ നിരോധനത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യയിൽ ഗോവധ നിരോധിക്കണം എന്ന് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഏതാ? ആർട്ടിക്കിൾ 48 ആണ്. ആർട്ടിക്കിൾ 48 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഗോവധ നിരോധനത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 48. ഇനി ഇന്ത്യയിൽ മദ്യനിരോധനം നടപ്പിലാക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഇന്ത്യയിൽ മദ്യനിരോധനം നടപ്പിലാക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 47 ആണ്. ആർട്ടിക്കിൾ 47 ആണ്. ഇന്ത്യയിൽ മദ്യനിരോധനം നടപ്പിലാക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് ഇത്, ആർട്ടിക്കിൾ 47. ഇനി 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ്. ഓർത്തു വെക്കുക, 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ് എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? അതായത് നിർദ്ദേശക തത്വങ്ങളാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റിനുള്ള കടമകൾ പറയുന്നത് അല്ലേ? അവിടെയാണ് ഏത് ചോദിച്ചിരിക്കുന്നത്? അവിടെ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ് എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ചോദിച്ചാൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗത്തല്ലേ വരുന്നത്? ഏതായിരിക്കും? 45 ആണ്. ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 45 പറയുന്നത് എന്താ? 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ് എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ഇത്, ആർട്ടിക്കിൾ 45. ഇനി ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്?
ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ഓപ്ഷൻ എ ആണ് 44 44 ആർട്ടിക്കിൾ 44. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ഇത് 44. ഇനി ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ഓപ്ഷൻ സി ആണ് 40 ആർട്ടിക്കിൾ 40. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആർട്ടിക്കിൾ 40 എന്തിനെ കുറിച്ചാ? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 40 ആണ്. ഇനി ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ഓപ്ഷൻ ഡി അല്ലേ? 30 വരില്ല. ഓപ്ഷൻ ഡി 30 ആണ്. ഓപ്ഷൻ ഡി 30 ആണ്. ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് ഇത് ആർട്ടിക്കിൾ 30. 55ാമത്തെ ചോദ്യം, സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യയിൽ സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഏതാ? 129 ആണ്. 129 ആർട്ടിക്കിൾ 129. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് സുപ്രീം കോടതി എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 129. ഇനി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ്. 29 ആണ്. ആർട്ടിക്കിൾ 29 പ്രകാരമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണം ഏത് ആർട്ടിക്കിൾ പ്രകാരം ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 29 പ്രകാരമാണ്. ഇനി ലോക്സഭയിലെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെ കുറിച്ച് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ചത് സംസ്ഥാന നിയമസഭയിലെ സ്പീക്കറെ കുറിച്ചും ഡെപ്യൂട്ടി സ്പീക്കറെ കുറിച്ചും പറയുന്ന ആർട്ടിക്കിൾ ആയിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോക്സഭയിലെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഏതാ? 93 ആണ്. ഓപ്ഷൻ ഡി 93 ആണ്. ആർട്ടിക്കിൾ 93 എന്താ? ലോക്സഭയിലെ സ്പീക്കറെ കുറിച്ചും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറെ കുറിച്ചും പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇത് 93. ഇനി പാർലമെന്റിൽ അംഗമാവാനുള്ള യോഗ്യതയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? പാർലമെന്റിൽ അംഗമാകാനുള്ള യോഗ്യതയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഓപ്ഷൻ എ ആണ്. 84 ആണ്. 84 ആർട്ടിക്കിൾ 84. ഇതിനെ കുറിച്ചാണ് പറയുന്നത്? പാർലമെന്റിൽ അംഗമാവാനുള്ള യോഗ്യതകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് 84. ഇനി ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 79 ആണ്. 79 ആർട്ടിക്കിൾ 79. എന്തിനെ കുറിച്ചാണ്? ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആണ് 79. ഇനി രാജ്യസഭയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? രാജ്യസഭയുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? 80 ആണ്. 80 ആർട്ടിക്കിൾ 80 എന്താ? രാജ്യസഭ എന്നറിയപ്പെടുന്നു. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 80 ആണ്. അങ്ങനെയാണെങ്കിൽ ലോക്സഭയുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ലോക്സഭയുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദമാണ് 81 ആണ്. അപ്പൊ നമ്മളിപ്പോൾ അടുപ്പിച്ച് 3 പഠിച്ചു. എന്തൊക്കെയാ? 79 എന്താ പറഞ്ഞത്? ഇന്ത്യൻ പാർലമെന്റ്. 80 ആണെങ്കിൽ രാജ്യസഭ, 81 ലോക്സഭ. 79 പാർലമെന്റ്, 80 രാജ്യസഭ, 81 ലോക്സഭ. ഇനി 62 രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ് എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ് എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ഓപ്ഷൻ എ ആണ്. 64 ആണ്. 64 ആണ്. ആർട്ടിക്കിൾ 64. രാജ്യസഭയുടെ ചെയർമാൻ ആരായിരിക്കണം? ഉപരാഷ്ട്രപതിയായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? 64. ഇനി ഇന്ത്യയിൽ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതി സ്ഥാനം ഉപരാഷ്ട്രപതിക്കാണ് എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ഇന്ത്യയിൽ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതി സ്ഥാനം ഉപരാഷ്ട്രപതിക്കാണ് എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 65 ആണ്. ഓപ്ഷൻ സി 65 ആണ്. 64ാമത്തെ ചോദ്യം, രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ
ഏതാ 61 ഓപ്ഷൻ ബി ആണ് 61. രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 61. ഇനി രാഷ്ട്രപതിയുടെ യോഗ്യതയെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? രാഷ്ട്രപതിയുടെ യോഗ്യതയെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 58. ഓപ്ഷൻ ബി 58 ആണ്. രാഷ്ട്രപതിയുടെ യോഗ്യതയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 58. ഇനി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? ഓപ്ഷൻ എ ആണ് 53 ആർട്ടിക്കിൾ 53 ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? 53. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ അന്താരാഷ്ട്ര സമാധാനത്തെയും സുരക്ഷയെയും കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ അന്താരാഷ്ട്ര സമാധാനത്തെയും സുരക്ഷയെയും കുറിച്ച് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാ? ആർട്ടിക്കിൾ 51 ആണ്. ആർട്ടിക്കിൾ 51 എന്തിനെ കുറിച്ചാ? ഇന്ത്യൻ അന്താരാഷ്ട്ര സമാധാനത്തെയും സുരക്ഷയെയും കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51. ഇനി ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ഓപ്ഷൻ എ 50 ആണ്. ആർട്ടിക്കിൾ 50 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത്? ആർട്ടിക്കിൾ 50. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ സ്മാരകങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ സ്മാരകങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 49. ആർട്ടിക്കിൾ 49. ആർട്ടിക്കിൾ 49 എന്തിനെ കുറിച്ചാണ്? ദേശീയ സ്മാരകങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 49. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ബി ആണ് 39 എ ആണ്. ഓപ്ഷൻ ബി ആണ് 39 എ ആണ്. 39 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? തുല്യനീതിയും അതുപോലെ പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് 39 എ എന്ന് പറയുന്നത്. 71ാമത്തെ ചോദ്യം, സ്ത്രീകൾക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? സ്ത്രീകൾക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 39 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 39 സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണിത്. ആർട്ടിക്കിൾ 39 എന്ന് പറയുന്നത്.